തലസ്ഥാന നഗരം, നഗരസഭ. നേരത്തെ അഭിലാഷ് പറഞ്ഞ പോലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് വിമാനമിറങ്ങുമ്പോൾ സ്വീകരിക്കാൻ ഒരു BJP മേയർ ഉണ്ടാകാൻ പോകുന്നു. ഫലം ഔദ്യോഗികമായി എല്ലായിടത്തും പ്രഖ്യാപിച്ചു കഴിഞ്ഞോ? ഇനി എത്രയിടങ്ങൾ, എന്തെങ്കിലും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ടോ? രതീഷ്, ഭൂരിഭാഗം സ്ഥലങ്ങളിലെയും ഫലപ്രഖ്യാപനം ഔദ്യോഗികമായി വന്നു കഴിഞ്ഞതാണ്. അപ്പോഴാണ് ഈ നിലയുള്ളത്. ഇനി എണ്ണാനിരിക്കുന്ന സ്ഥലങ്ങളിലും BJPക്ക് ആധിപത്യമുള്ള പല മേഖലകളുണ്ട്. അതിനാൽ തന്നെ പകുതിയിലധികം സീറ്റിലേക്ക്, കേവല ഭൂരിപക്ഷം സീറ്റിലേക്ക് BJP ഒറ്റയ്ക്ക് കടന്നു പോകും. ഈ സ്വതന്ത്രരുടെ പിന്തുണ ഇല്ലാതെ തന്നെ BJPക്ക് ആ നിലയിലേക്ക് എത്താൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. ഈ രണ്ട് സ്വതന്ത്രർ എന്ന് പറയുമ്പോൾ ഒന്ന് പാറ്റൂർ, കണ്ണമൂലയിൽ മത്സരിച്ച പാറ്റൂർ രാധാകൃഷ്ണനാണ്. അതോടൊപ്പം തന്നെ ഒരാൾ പൗണ്ടുകടവിൽ വാർഡ് മത്സരിച്ച കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥിയാണ്. അവിടെ മുസ്ലിം ലീഗിന് സീറ്റ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. അങ്ങനെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയും കോൺഗ്രസിന്റെ ഭൂരിഭാഗം പേരുടെ പിന്തുണ ആ സ്ഥാനാർത്ഥിക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവിടെ കോൺഗ്രസിന്റെ വിമത സ്ഥാനാർത്ഥി ജയിക്കുന്നു. അങ്ങനെ രണ്ടുപേർ ഇപ്പോൾ പുറത്തു നിൽക്കുന്നുണ്ട് എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം അതവിടെ റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെയാണ്. എന്തായാലും വലിയ നേട്ടം BJP തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഉണ്ടാക്കുകയാണ്. CPM-ന്റെ കോട്ടകൊത്തളങ്ങൾ പൊളിഞ്ഞു വീഴുന്നതാണ് കണ്ടത്. അതിൽ പലയിടങ്ങളിലും UDF-ന് നേട്ടമുണ്ടാകുന്നു, ഭൂരിഭാഗം സ്ഥലങ്ങളിലും BJPക്ക് നേട്ടമുണ്ടാകുന്നു. ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPയും UDF-ഉം തമ്മിൽ ഒരു ഡീല് നടത്തിയെന്ന് പോലും LDF-ന് പറയാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം വോട്ടുകൾ ചോർന്നു പോയത്, UDF-ലേക്ക് വോട്ടുകൾ ചോർന്നെത്തിയത് മുഴുവൻ LDF-ൽ നിന്നാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. അതിനാൽ തന്നെ അത്തരത്തിലൊരു ഡീൽ ആരോപണം പോലും ഉന്നയിക്കാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് CPM എത്തുകയാണ്. നിലവിലെ അവസ്ഥയിൽ കേവലം 20 സീറ്റുകളിൽ ഒതുങ്ങി നിൽക്കുന്നു. 15 സീറ്റുകളിലാണ് UDF ഉള്ളത്. അതോടൊപ്പം തന്നെ BJP 45 സീറ്റുകളിൽ ഇപ്പോൾ ലീഡ് ചെയ്യുന്നു. ഇനി എണ്ണാനുള്ള സ്ഥലങ്ങളിൽ അതായത് 51 സീറ്റ് വേണം, 51 സീറ്റിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില, അല്ലേ? തീർച്ചയായും. അതായത് നിലവിലെ അവസ്ഥയിൽ 51ലേക്ക് എത്താനുള്ള എല്ലാ സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ 1-2 സീറ്റിന്റെ കുറവ് വന്നാലും 2 സ്വതന്ത്രർ പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും BJPക്ക് കാര്യമായ പ്രശ്നങ്ങളില്ല. അവരുമായി ഇതിനോടകം തന്നെ സംസാരം നടന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ വന്നാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയാഘോഷത്തിന് വാങ്ങിവെച്ച 15,000 ലഡു എന്തായാലും പാഴായി പോകില്ല എന്നുറപ്പായി കഴിഞ്ഞിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ ഇനിയിപ്പോൾ R ശ്രീലേഖയാണോ അതോ VV രാജേഷാണോ ബൊക്കെ കൊടുത്ത് സ്വീകരിക്കുക എന്നുള്ളത് മാത്രം അറിഞ്ഞാൽ മതി.